സമയം പുലർച്ചെ 1 മണി. ട്രെയിൻ മുംബൈയിലെ റാം മന്ദിർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് യാത്രക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് എമർജൻസി ചെയിൻ വലിക്കുന്നത് മറ്റ് യാത്രക്കാർ കാണുന്നത്. ഇതിനു പിന്നാലെ ട്രെയിൻ നിൽക്കുകയും ആളുകൾ ഓടിക്കൂടുകയും ചെയ്തപ്പോൾ കാണുന്നത് ഒരു യുവതി പ്രസവ വേദന കൊണ്ട് പിടയുന്ന കാഴ്ചയാണ്. ഇവർക്കൊപ്പം 2 സ്ത്രീകളും 2 കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കുഞ്ഞിന്റെ തല പുറത്തേക്ക് വന്ന നിലയിലുമായിരുന്നു. ഈ കാഴ്ച കണ്ടാണ് വികാസ് എന്ന ചെറുപ്പക്കാരൻ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുന്നത്. രാത്രി പ്രസവവേദന വന്നതോടെ അവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഇവർ. ട്രെയിൻ നിന്നപാടെ വികാസും മറ്റ് യാത്രക്കാരും പുറത്തേക്കിറങ്ങി. വേദന സഹിക്കവയ്യാതെ ഭയാനകമായ ഒരു സ്ഥിതിയിലായിരുന്നു അംബിക എന്ന ആ യുവതി ഉണ്ടായിരുന്നത്. പിന്നീട് 30 മിനിറ്റോളം ആംബുലൻസിലേക്കും പോലീസ് ഹെൽപ്പ് ലൈനിലേക്കും വിളിച്ചെങ്കിലും ഒരു സഹായവും ലഭിച്ചില്ല എന്നാണ് വികാസ് പറഞ്ഞത്. നിർഭാഗ്യവശാൽ ഒരു RPF ഓഫീസറും സ്ഥലത്തുണ്ടായിരുന്നതുമില്ല. ഇതിനു പിന്നാലെ വികാസും മറ്റ് യാത്രക്കാരും ചേർന്ന് യുവതിയെ പ്ലാറ്റ്ഫോമിലേക്ക് കിടത്തുകയും അവരെ ആശ്വസിപ്പിക്കുകയും വെള്ളം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം യുവതിയാണെങ്കിൽ വേദന കൊണ്ട് പുളയുകയായിരുന്നു. ഇതിനിടയിലാണ് ദേവിക എന്ന ഒരു ഡോക്ടറുടെ മൊബൈൽ നമ്പർ തന്റെ കൈവശമുള്ള കാര്യം വികാസ് ഓർക്കുന്നത്. ഉടൻ തന്നെ ഡോക്ടറെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആയുർവേദ പഞ്ചകർമ്മ വിഭാഗത്തിലെ MD ആയ ഡോക്ടർ ദേവിക സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയതോടെ വികാസിനോട് ഒരു വീഡിയോ കോൾ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. വീഡിയോയിൽ കുഞ്ഞിന്റെ തല പുറത്തേക്ക് വന്നത് കണ്ട ഡോക്ടർ പ്രസവിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് പറയുകയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അതിന് ധൈര്യപ്പെട്ട് ആരും തന്നെ മുന്നോട്ട് വന്നതുമില്ല. ഈ സമയത്താണ് വികാസ് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ സധൈര്യം മുന്നോട്ട് വരുന്നത്. തുടർന്ന് ഡോക്ടർ ആ യുവതിയെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. പിന്നാലെ വികാസിന് പ്രസവമെടുക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നു. തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വികാസ് കുഞ്ഞിനെ മെല്ലെ മെല്ലെ പുറത്തേക്കെടുക്കാൻ തുടങ്ങി. കൂടെയുള്ളവരെല്ലാം വികാസിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുമുണ്ടായിരുന്നു. യുവതിക്ക് ചുറ്റും യാത്രക്കാരുടെ തുണികളും മറ്റും കൊണ്ട് ആളുകൾ മറച്ചു പിടിക്കുകയും ചെയ്തു. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷം ആ അത്ഭുതം സംഭവിച്ചു. ആ അമ്മയുടെ നിലവിളികൾ ആനന്ദ കണ്ണീരായി മാറി. തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ആ ചോരക്കുഞ്ഞ് പിറന്നു വീണു. ഈ സമയം അവിടെ കൂടി നിന്ന ആളുകളുടെ എല്ലാം കണ്ണുകൾ ഈറനണിയുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ പുറത്തെടുത്ത ശേഷം പൊക്കിൽ കൊടി മുറിക്കാൻ വേണ്ടി ഒരു കത്രിക സംഘടിപ്പിക്കാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. തുടർന്ന് സമീപത്തെ കടയിൽ നിന്നും ഒരാൾ കത്രിക സംഘടിപ്പിക്കുകയും ഇത് ചൂടുവെള്ളം ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയ ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വികാസ് തന്നെ ശ്രദ്ധാപൂർവ്വം മുറിക്കുകയും ചെയ്തു. പിന്നീട് കുഞ്ഞിന് അമ്മയുടെ ചൂടാവശ്യമുള്ളതിനാൽ കുട്ടിയെ അമ്മയുടെ നെഞ്ചിൽ വെക്കാനായി ഡോക്ടർ ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥനും 2 ഡോക്ടർമാരും എത്തിയിരുന്നു. തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും അവർ പരിശോധിച്ച ശേഷം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അമ്മയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നും കുഞ്ഞിനെ NICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വൈദ്യപരിശോധനകൾ പുരോഗമിച്ചു വരികയാണെന്നും റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുകയാണെന്നും ഡോക്ടർ പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ അവിടെ കൂടിയ എല്ലാ ആളുകളും വികാസിനെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. കൃത്യസമയത്ത് ദൈവമാണ് നിന്നെ ഇവിടേക്ക് അയച്ചത് എന്നാണ് യുവതിയുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾ കൈകൂപ്പിക്കൊണ്ട് വികാസിനോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെന്നും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നുവെന്നുമാണ് വികാസ് സംഭവശേഷം പ്രതികരിച്ചത്. എന്തായാലും വികാസിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ അവിടെ തിരിച്ചു കിട്ടിയത് 2 ജീവനുകളാണ്. മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത ഈ ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരം നന്മകളിലൂടെയാണ്. ആ ചെറുപ്പക്കാരനെ എങ്ങനെ അഭിനന്ദിച്ചാലാണ് മതിയാവുക? ഇന്നത്തെ നമ്മുടെ ലൈക്കും ഷെയറും എല്ലാം വികാസ് എന്ന ഈ ചെറുപ്പക്കാരനിരിക്കട്ടെ.